ലൈവ് ന്യൂസ് പുതുക്കാട്. പുതുക്കാട് മണ്ഡലത്തിലെ KSRTC സ്റ്റാൻഡുമായും സർവീസുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കെ രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. മുടങ്ങിക്കിടക്കുന്ന KSRTC ബസ് സർവീസുകളെപ്പറ്റി യോഗത്തിൽ ചർച്ച ചെയ്തു. KSRTC സ്റ്റാൻഡുമായും സർവീസിനെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നുവന്ന പരാതികൾ MLAയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് MLA അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, KSRTC ഉദ്യോഗസ്ഥരായ തൃശൂർ DTO TA ഉബൈദ്, പുതുക്കാട് KSRTC ഇൻസ്പെക്ടർ ഇൻചാർജ് MS സോമൻ, തൃശൂർ KSRTC ഇൻസ്പെക്ടർ AV രാജ്മോഹൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പുതുക്കാട് മണ്ഡലത്തിലെ KSRTC സ്റ്റാൻഡുമായും വിവിധ സർവീസുകളും സംബന്ധിച്ച വിഷയങ്ങൾ MLA യോഗത്തിൽ ഉന്നയിച്ചു. വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് MLA ചെയർമാനായും പുതുക്കാട് KSRTC ഇൻസ്പെക്ടർ കൺവീനറായും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പുതുക്കാട് അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് പുതുക്കാട് ഡിവിഷൻ മെമ്പർ, ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, പ്രസ് ക്ലബ് പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെട്ട ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. കൂടുതൽ ഡ്രൈവർമാരുടെ സേവനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ആയത് ലഭ്യമായാൽ മുടങ്ങിക്കിടക്കുന്ന സർവീസുകൾ പുനരാരംഭിക്കുമെന്നും തൃശൂർ KSRTC DTO TA ഉബൈദ് അറിയിച്ചു. ചിമ്മിനി ടൂറിസം മേഖലയിലേക്ക് ഉൾപ്പെടെ KSRTCയുടെ ഉല്ലാസയാത്ര നടത്താൻ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. ഇതിനായി KSRTC ഉദ്യോഗസ്ഥർ ചിമ്മിനി ടൂറിസം മേഖല സന്ദർശിക്കുകയും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, ബന്ധപ്പെട്ട ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ, വനം ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നതിനും തീരുമാനിച്ചു. ലോക ടൂറിസം ദിനമായ സെപ്റ്റംബർ 27-ന് തൃശൂർ ജില്ലാ ടൂറിസം കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നിന്നും ചിമ്മിനി ഡാമിലേക്ക് ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായുള്ള യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് MLA യോഗത്തിൽ അറിയിച്ചു. ടൂറിസം കൌൺസിൽ അംഗങ്ങളായ MLAമാർ, ജില്ലാ കളക്ടർ, മറ്റ് കൌൺസിൽ അംഗങ്ങളും മാധ്യമപ്രവർത്തകരുമാണ് യാത്രാ സംഘത്തിൽ ഉണ്ടാവുക. അതോടൊപ്പം KSRTCയുടെ ഉല്ലാസയാത്ര നടത്തുന്നതിനും ആലോചിക്കുന്നതായി DTO യോഗത്തിൽ അറിയിച്ചു. മണ്ഡലത്തിലെ KSRTCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് നൽകിയ കത്തിന്റെ പകർപ്പ് യോഗത്തിൽ DTOയ്ക്ക് കൈമാറി. KSRTC ബസ്സുകളുടെ ബോർഡിലും അനൗൺസ്മെന്റുകളിലും പുതുക്കാട് എന്നതില്ല. തൃശ്ശൂർ അടക്കമുള്ള KSRTC സ്റ്റാൻഡുകളിൽ സ്ഥലവിവരം അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ പുതുക്കാട് ഉൾപ്പെടുത്തണം. ബോർഡുകളിൽ പുതുക്കാട് രേഖപ്പെടുത്തുകയും വേണം. 2. ഡ്രൈവർമാരുടെ കുറവ് പുതുക്കാട് സ്റ്റാൻഡിൽ നിന്നുള്ള സർവീസുകളെ ബാധിക്കുന്നതായി മനസ്സിലാക്കുന്നു. അടിയന്തരമായി കൂടുതൽ ഡ്രൈവർമാരെ അനുവദിച്ച് മുടങ്ങിക്കിടക്കുന്ന ട്രിപ്പുകൾ പുനരാരംഭിക്കുവാൻ നടപടി സ്വീകരിക്കണം. 3. സൂപ്പർ ഡീലക്സ്, സൂപ്പർ എക്സ്പ്രസ് ബസ്സുകൾക്ക് പുതുക്കാട് ഫയർ സ്റ്റേഡിയം ഉണ്ടെങ്കിലും പഴനി, ഊട്ടി, ബാംഗ്ലൂർ, വേളാങ്കണ്ണി, മൂകാംബിക തുടങ്ങിയ സർവീസുകൾക്ക് പുതുക്കാട് ബോർഡിംഗ് പോയിന്റ് ഇല്ല. വോൾവ AC മൾട്ടി ടാക്സി ബസ്സുകൾക്ക് പുതുക്കാട് ബോർഡിംഗ് പോയിന്റും ഫയർ സ്റ്റേജും ഇല്ല. ആയത് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കണം. ചാലക്കുടി ഭാഗത്തേക്കുള്ള ഡീലക്സ് വരെയുള്ള സർവീസുകൾ രാത്രിയിൽ സ്റ്റാൻഡിൽ കയറി പോകേണ്ടതുണ്ട്. രാത്രിയിൽ പുതുക്കാട് സ്റ്റാൻഡിൽ കയറേണ്ട LS2 സൂപ്പർ ഫാസ്റ്റ് അടക്കം സ്റ്റാൻഡിന് മുൻപിൽ അശ്രദ്ധമായി നിർത്തുന്നത് ഒഴിവാക്കണം. ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നതിന് നടപടി സ്വീകരിക്കണം. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ, മണ്ണുത്തി, പുതുക്കാട് കോയമ്പത്തൂർ ബൈപ്പാസ്, റൈഡർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും നിർത്തലാക്കിയ ചേർപ്പ്, തൃപ്പയാർ സർവീസുകളും
ഐഡന്റിക്കൽ സ്റ്റേജ് നൽകണം. മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മെഡിക്കൽ കോളേജ് തൃശൂർ, ഇരിഞ്ഞാലക്കുട ഭാഗങ്ങളിലേക്ക് ഉണ്ടായിരുന്നതും ഇപ്പോൾ സർവീസ് നടത്താത്തതുമായ സർവീസുകൾ പുനരാരംഭിക്കണം. ഇരിഞ്ഞാലക്കുട, തൊട്ടിപ്പാൾ, ആമ്പല്ലൂർ, മണ്ണമ്പേട്ട, മാവിൻചോട്, വെള്ളാനിക്കോട്, ഇഞ്ചക്കുണ്ട്, മുപ്ലിയം, പുതുക്കാട്, തൃശൂർ, മുപ്ലിയം മെഡിക്കൽ കോളേജ്, വരന്തരപ്പള്ളി മെഡിക്കൽ കോളേജ്, ഇരിഞ്ഞാലക്കുട, കല്ലറ്റിങ്കര, വയലൂർ, നെല്ലായി, പുതുക്കാട് തുടങ്ങിയ സർവീസുകൾ നിർത്തലാക്കിയത് പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കണം. ഇത് ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.